നമസ്കാരം. പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലേക്കൊരു തീർത്ഥയാത്ര. ഇടുക്കി ജില്ലയിലെ കുമളിയിലുള്ള ഒരു പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളദായിനി എന്ന സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ. കണ്ണകി എന്നും സങ്കല്പമുണ്ട്. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഉള്ളിലായി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. ആണ്ടിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കൂ എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. ചിത്ര പൗർണമി നാളിലാണ് ഇവിടെ നട തുറക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സമയക്രമം. ഈ സമയത്തിനുള്ളിൽ ഇവിടെ ദർശനം നടത്തി തിരികെ മടങ്ങുകയും ചെയ്യണം. മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ 2 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് കുമളി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ടാക്സിയിൽ സഞ്ചരിക്കാം. പിന്നെ മറ്റൊന്ന് കാൽനടയായി പോകാം എന്നുള്ളതാണ്. 12 കിലോമീറ്റർ ദൂരമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നടന്നു പോകേണ്ടവർക്ക് യഥേഷ്ടം നടന്നു പോകാവുന്നതാണ്. കുമളിയിൽ നിന്നുള്ള ജീപ്പ് സർവീസ് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഉള്ളൂ. കുമളിയിൽ നിന്നുമുള്ള ജീപ്പ് സർവീസിന് ക്യൂ നിന്ന് വേണം ടിക്കറ്റ് എടുക്കുവാൻ. 2 മണിക്ക് ശേഷം എത്ര തന്നെ ആളുകളുണ്ടെങ്കിലും സഞ്ചരിക്കാൻ പറ്റാതെ വരും. ഞങ്ങൾ കുമളിയിലെത്തുമ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 1 മണി ആയിരുന്നു. ജീപ്പ് സർവീസിനുള്ള ക്യൂവിൻ്റെ ദൈർഘ്യം വളരെ കൂടുതൽ ആയതിനാൽ ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു യാത്ര മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല. വളരെ താമസിച്ചാണ് ഇവിടെ നട തുറക്കുന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ തന്നെ പുറപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ജീപ്പ് സർവീസിന് നിൽക്കാതെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചതും. ശബരിമലയ്ക്ക് പോകുമ്പോൾ നിരവധി തവണ എരുമേലി വഴി കാളകെട്ടിയും അഴുതമേടും കരിമലയും അടങ്ങുന്ന വനത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള മുൻപരിചയം ഉള്ളതുകൊണ്ട് ഈ വനയാത്ര ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ തീർത്ഥാടകരിൽ ചിലർ ഞങ്ങൾ 5 മണിക്കുള്ളിൽ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. മംഗളാദേവി ക്ഷേത്രത്തിന് അടുത്തായി ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരം കയറ്റമുണ്ട് എന്നതൊഴിച്ചാൽ ഏതാണ്ട് നിരപ്പായ സ്ഥലം തന്നെയാണ് ഈ വഴിയൊക്കെ. നിരപ്പായ സ്ഥലങ്ങളിൽ വേഗത്തിലും കയറ്റത്തിൽ സാവധാനവും നടന്ന് ഞങ്ങൾ 3:30 മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മംഗളാദേവി ക്ഷേത്രത്തിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമാണിവിടം. അങ്ങ് ദൂരെ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്രം. സഹ്യപർവ്വതം ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാണുന്ന മലയുടെ അങ്ങേച്ചെരുവ് തമിഴ്നാടാണ്. ഇതിൻ്റെ മുകളിലൂടെയുള്ള ഒരു ചെറിയ റോഡ് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ കാണുന്ന മൺ റോഡ് ചെന്ന് അവസാനിക്കുന്നത് മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്. ഇതിന് മുകളിലെത്തുമ്പോൾ തന്നെ കാണാം മലകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന മലയുടെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും. തകർന്നു വീണ കല്ലിൻ്റെ കൂമ്പാരം പോലെയാണ് ഇന്ന് മംഗളാദേവി ക്ഷേത്രം കാണപ്പെടുന്നത്. ഈ ഭാഗം കേരളത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഭാഗത്തുകൂടിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കരിങ്കല്ലിൽ തീർത്തിരിക്കുന്നതും ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നതുമായ കുറേ നിർമ്മിതികൾ കണ്ടു തുടങ്ങും. ഈ കാണുന്നതാണ് പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒരു കയറുകൊണ്ട് വടം വലിച്ചു കെട്ടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അതിരുകൾ നിർണയിച്ചിരിക്കുന്നത്. വടത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിൻ്റെയും മറ്റേ ഭാഗം തമിഴ്നാടിൻ്റേതുമായി കരുതിപ്പോരുന്നു. ക്ഷേത്ര ദർശനത്തിനായി ധാരാളം ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ ഒട്ടുമുക്ക തീർത്ഥാടകരും തിരികെ മടങ്ങിയിട്ടുണ്ട് താനും. ഈ കാണുന്ന ക്യൂവിൽ നിന്ന് വേണം തമിഴ്നാടിൻ്റെ എന്ന് കരുതുന്ന കണ്ണകി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഇവിടുത്തെ നിയന്ത്രണം പൂർണ്ണമായും തമിഴ്നാട് പോലീസിനാണ്. 5 മണി സമയം വരെ ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ പൂജകളും മറ്റും ഉള്ളൂ. അതിനുശേഷം ഇവിടെയുള്ള അലങ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്ത് എല്ലാവരും ഇവിടെ നിന്നും മലയിറങ്ങേണ്ടതാണ്. മുഴുവൻ തീർത്ഥാടകരെയും മലയിറക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മടങ്ങാറുള്ളൂ. ഇവിടെ യാതൊരുവിധ മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ ആരെയും അനുവദിക്കുന്നതുമല്ല.
ഞങ്ങൾ ഏതായാലും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നതുകൊണ്ട് ഞങ്ങൾക്ക് മംഗളാദേവി സന്ദർശിക്കാനും അത്യാവശ്യം വീഡിയോ എടുക്കുവാനും സാധിച്ചു. 5 മണിക്ക് ശേഷം ആരെയും ഇവിടെ നിർത്തിയിരുന്നില്ല എന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള കരിങ്കൽ കൂനകൾ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുവാൻ സാധിക്കും. ഈ ക്ഷേത്രം ഏതാണ്ട് AD 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ചേരൻ ചെങ്കുട്ടുവൻ്റെ കാലത്ത് ചേരന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാരാണ് ഈ ക്ഷേത്രം തകർത്തത് എന്നും പറയപ്പെടുന്നു. ഇളങ്കോവടികൾ രചിച്ച തമിഴിലെ ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയെയാണ് ഇവിടെ പ്രധാനമായും ആരാധിച്ചു പോരുന്നത്. നിരപരാധിയായ തൻ്റെ ഭർത്താവായ കോവിലനെ വധിച്ച പാണ്ഡ്യരാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിക്കുകയും മുലപറിച്ചെറിഞ്ഞ് മധുരാനഗരം ചുട്ടരിക്കുകയും ചെയ്തു എന്നാണ് ചിലപ്പതികാരത്തിൻ്റെ ഇതിവൃത്തം. കേരളത്തിൽ കാളിക്ക് സമാനമായി ആരാധിച്ചു വരുന്നുമുണ്ട്. പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് 12 കിലോമീറ്റർ ഉള്ളിലായി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4386 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ നട തുറക്കൂ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രമുണ്ടായതെന്ന് കരുതപ്പെടുന്നു. പുരാതന ചേരശൈലിയിൽ ശിലാപാളികൾ അടുക്കിവെച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും ഐതിഹ്യമുണ്ട്. മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാടിനുള്ളിലായ ഈ ക്ഷേത്രം നാശാവസ്ഥയിലായതു സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും തന്നെയില്ല. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവമതക്കാരായ ചോള മർവപ്പടയുടെ ആക്രമണത്തിലാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൈകളിലായിരുന്നു. 1980കളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടുകൂടി ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിലായ ഇവിടം തർക്കപ്രദേശമായി. പിന്നീട് ചിത്ര പൗർണമി ദിവസം ക്ഷേത്രത്തിൽ ഒന്നിൽ കേരളത്തിൻ്റെയും മറ്റൊന്നിൽ തമിഴ്നാടിൻ്റെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുത്തു. ഇവിടുത്തെ ചിത്ര പൗർണമി ഉത്സവം ഇപ്പോൾ പ്രശസ്തവുമാണ്. ഉത്സവത്തിനോട് അനുബന്ധിച്ച് പ്രത്യേക പൂജകൾ രാവിലെ 6 മുതൽ വൈകിട്ട് 4 മണി വരെ തുടരുന്നു. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുക. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പ്രത്യേകം അനുമതി ലഭിച്ച ടാക്സി ജീപ്പിലോ കാട്ടിനുള്ളിലൂടെ 12 കിലോമീറ്റർ നടന്നോ ഈയൊരു ദിവസം മാത്രം ഭക്തജനങ്ങൾക്ക് മംഗളാദേവിയിൽ പ്രവേശനമുണ്ട്. മറ്റൊരു ദിവസവും വനത്തിനുള്ളിലേക്ക് ആരെയും കടത്തിവിടുന്നതുമല്ല. മംഗളാദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരള വനം വകുപ്പിൻ്റെ കർശന നിയന്ത്രണത്തിലാണ്. ഞങ്ങൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അത്യാവശ്യം വീഡിയോയും എടുത്തപ്പോഴേക്കും സമയം 5 മണിയോട് അടുത്തിരുന്നു. അപ്പോഴേക്കും ക്ഷേത്ര പരിസരത്തു നിന്നും മുഴുവൻ തീർത്ഥാടകരെയും പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നീക്കം ചെയ്തു തുടങ്ങിയിരുന്നു. തുടർന്ന് മുഴുവൻ ആളുകൾക്കും കുമളിയിലേക്ക് പോകുവാനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ തിരികെ ഒരു ജീപ്പിൽ കുമളിയിലേക്ക് യാത്രയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.